2014 സൗദിയിലെ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ ആലപ്പുഴ തത്തമ്പള്ളി സ്വദേശി മറിയത്തിന്റെ തിരിച്ചുവരവിന്റെ കഥയാണ് ഇനി. ജോലി ചെയ്ത സ്ഥലത്ത് കഠിനമായ പീഡനവും ഏറ്റുവാങ്ങിയ മറിയം വീടിന്റെ 4ാം നിലയിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റാണ് തിരികെ എത്തിയത്. പറഞ്ഞ ശമ്പളവും കിട്ടിയില്ലെന്ന് മാത്രമല്ല, താൻ ചതിക്കപ്പെട്ടതിന്റെ വിഷമത്തിലാണ് മറിയത്തിന്റെ തിരിച്ചുവരവ്. അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ബിൽഡിംഗ് ഒന്ന് ചാടിയിട്ട് അവർക്ക് ചാടിയൊന്നുമില്ല. ശരിക്കും കഷ്ടപ്പാടാണ്. ജോലി ചെയ്യും, ഭക്ഷണം തരത്തില്ല. പിന്നെ നമുക്ക് 5 ദിവസത്തേക്ക് ഒരു പാക്കറ്റ് കുപ്പൂസ് വന്നു കഴിഞ്ഞാൽ അത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ കുപ്പൂസും ഇല്ല. രാവിലെ ഭക്ഷണവും ഇല്ല. ഉച്ചയ്ക്ക് പച്ചരിച്ചോറും പീച്ചിങ്ങായും പിന്നെ കിഴങ്ങും ഒക്കെ ഓരോ ദിവസം മാറി ചെയ്യുമായിരുന്നു. ബാത്റൂമൊക്കെ കഴിയില്ലെങ്കിൽ നമുക്ക് നല്ല ചവിട്ടുമൊക്കെ തരുമായിരുന്നു, കർണത്തിട്ടൊക്കെ അടിക്കുമായിരുന്നു. പിന്നെ മേളിൽ കയറി ഭക്ഷണം വിശപ്പ് കയറുമ്പോഴത്തേക്ക് അടുക്കള കയറുവാണെങ്കിൽ അവർ പുറത്തിറക്കിച്ചും അടിച്ചും കഥവ് അടുക്കള പൂട്ടിയിടും. സമയത്തെ ഭക്ഷണം തരത്തുള്ളെന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ വലിയൊരു പട്ടിയുണ്ട്, പട്ടീനെയൊക്കെ കുളിപ്പിച്ചില്ലെങ്കിൽ അവർ നമ്മളെ ചവിട്ടുമൊക്കെ ചെയ്യുമായിരുന്നു. 7 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 12 മണി രാത്രി വരെ ജോലിയാണ്. നമുക്ക് വിശ്രമിക്കാനൊന്നും പറ്റില്ല. ശമ്പളം 10 രൂപ പറഞ്ഞു പോയിട്ട് 8 രൂപയെ കിട്ടിയുള്ളൂ. മുഴുവൻ ശമ്പളം തന്നു. പക്ഷെ പിന്നെ പൈസ അവര് എന്റെ സാധനമൊക്കെ പെറുക്കി ഇറക്കിയപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പൈസ നമുക്ക് ഇത് മാർക്കിനൊക്കെ അധികം കിട്ടുന്ന പൈസയൊക്കെ വെച്ചിരുന്നു. അതൊക്കെ അവര് പെറുക്കി എടുക്കുമായിരുന്നു. നമുക്ക് ഓരോ സാധനം തരാൻ പറഞ്ഞാൽ വല്ലവരും തരാൻ പോയപ്പോലും അത് ധരിപ്പിക്കലായിരുന്നു. ഇങ്ങനെ അത് ലാസ്റ്റ് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ 7:30 ആയപ്പോൾ ഞാൻ വീഴുന്നു. രാത്രി 12:30 ആയപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുഴുവൻ നീര് വെച്ച് വിങ്ങിയായിരുന്നു. നടക്കാൻ മേല, ഇരിക്കാൻ മേല, വേദനയോട് വേദന. അവര് റംസാൻ ടൈമിന് ഒരു കുപ്പി വെള്ളം തന്ന് മേളി വിടുമായിരുന്നു. ആ വെള്ളം തീർന്നു കഴിഞ്ഞ് രാവിലെ കാപ്പിയൊന്നുമില്ല, മേളി കുത്തിയിരുന്നു. ഇവര് വന്ന് ദേഷ്യപ്പെട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങി വന്ന വഴി തല ഇറങ്ങി താഴെ വീണുപോയി. എന്നിട്ട് അവർ കണ്ട് ഞാൻ വീണ് കിടക്കുന്ന സ്റ്റോപ്പിൽ ഉണ്ട്. അവർ ആ റൂം തുറക്കാൻ വന്നപ്പോൾ ഞാൻ വീണ് കിടക്കുന്നത് കണ്ട് അവർ വീഴ്ച കേട്ടോണ്ട് അവർ പറഞ്ഞ് അവരൊന്നും മിണ്ടാതെ പോയി. ഞാൻ ആ വീഴ്ചയിൽ അവിടെ ബോധമില്ലാതെ കിടന്നിട്ട് ബോധം ആയി കഴിഞ്ഞ് എഴുന്നേറ്റ് പഴയതുപോലെ ജോലിക്ക് രാവിലെ ഇറങ്ങി എല്ലാം ചെയ്ത്. എന്നിട്ട് ആ ജോലി ചെയ്യുന്നിടയ്ക്ക് ഞാൻ വീണ് കിടക്കുക. അവരെന്നിട്ട് ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് 3-3:30 ആവും അവർ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പം. അപ്പം അവരെന്നോട് പറയാം, മറിയം നീ വീണത് ഞാൻ കേൾക്കുകയും ചെയ്ത് എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഉറക്കം പോകുമെന്നും പറഞ്ഞാൽ ഞാൻ നിന്നെ പൊക്കിയെടുക്കാഞ്ഞെന്ന് പറഞ്ഞു. അന്ന് അതുപോലെ എനിക്ക് ഭക്ഷണം തന്ന 5:30 മണി കഴിഞ്ഞപ്പോഴാണ്. രാവിലെ ചായയൊന്നുമില്ല. അതുപോലെ ഇവരുടെ റംസാൻ ടൈമൊക്കെ വരും കഴിഞ്ഞ് നമുക്കൊരു ഈന്തപ്പഴം പോലും തരത്തില്ല. ഇഷ്ടം പോലെ കോഴിയും അതും ഇതും എല്ലാം വേവിച്ചാലും ശരി, നമുക്ക് തരുന്ന ഭക്ഷണം ഒരു ദിവസം കിഴങ്ങാണെങ്കിൽ ഒരു ദിവസം വഴുതനങ്ങ, ഒരു ദിവസം വഴുതനങ്ങ ആണെങ്കിൽ ഒരു ദിവസം പരിപ്പ്, അങ്ങനെ മാറി മാറി ഓരോ ദിവസം പച്ചരിച്ചോറ് ഈ വഴുതനങ്ങ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇറച്ചി ഐറ്റംസ് ഒന്നും ഒരു തരത്തില്ല. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റത്തില്ല. ഫോൺ വിളിക്കാൻ മാസത്തിൽ 4 പ്രാവശ്യം തരാമെന്ന് പറഞ്ഞു. എനിക്കൊരു മൊബൈൽ പോലും അവർ തന്നിട്ടില്ല. ഞാൻ കൊണ്ടുചെന്ന മൊബൈൽ എനിക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. അത് അവർ കണ്ടപ്പോൾ അത് വാങ്ങിച്ചെടുത്തായിരുന്നു. അത് കഴിഞ്ഞ് മാസത്തിൽ 4 പ്രാവശ്യം ഫോൺ തരാൻ പുള്ളിക്കാരനെയും വിളിക്കാമെന്നും പറഞ്ഞ് ഒരു മാസം കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ അവർ ചെയ്തിട്ടില്ല. ജോലിയോട് ജോലി. നമുക്ക് പുറത്തോട്ട് പോകാനോ ഇല്ല, നമ്മളെ അവർ കൊണ്ടുപോകുകയോ ഒന്നും ചെയ്തില്ല. ജയിലിൽ പോലെ അവരെ അവിടെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു. 1 വർഷം 7 മാസം. അത് കഴിഞ്ഞ് ഇതുപോലെ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഞാനിങ്ങനെ ദൂരേക്ക് ഒരു പെൺകൊച്ചിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ നോക്കി ചെന്നപ്പോൾ ആ കൊച്ച് അവിടെ സൗദി ആശുപത്രിക്ക് കാഷ്വാലിറ്റിയിലിരിക്കുന്ന പെൺകൊച്ച, അത് ഈ ആലപ്പുഴക്കാരിയാണ്. അപ്പം ഞാൻ അതിനോട് നേരിട്ട് ചോദിച്ചു, എനിക്ക് വേദന സഹിക്കാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോന് ശ്രീലങ്കയാണോ കേരളമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഞാൻ കേരളമാണ്, എന്ത് വേണം ചേച്ചി സഹായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇതുപോലെ രാവിലെ ഞാൻ 7 മണിക്ക് വീണതാണ് മേളിൽ നിന്ന്. ഇതുവരെ അവരെന്നെ ആശുപത്രിയിൽ എത്തിച്ചില്ല. ഇപ്പം ഡ്രൈവറേയും കൂട്ടി വിട്ടിരിക്കുക, അവർ വന്നില്ലെന്ന് പറഞ്ഞു. വാവിട്ട് കരയുന്നുണ്ട്. അപ്പം അടുത്തിരുന്നവരെനിക്ക് 20 റിയാൽ എന്ന് വെച്ച് പറഞ്ഞ് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഡ്രൈവറോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. നമുക്കൊരു വിരോഗവും പറയാൻ പറ്റത്തില്ല.
എന്നിട്ട് ഈ കൊച്ചു പറഞ്ഞു, ഈ കൊച്ച് എൻ്റെ വീച്ചറെ പിടിച്ച് ഉന്തി ആശുപത്രിക്കകത്ത് ഡോക്ടറുടെ അടുക്ക കയറിച്ച് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ നാട്ടുകാരിയെ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നെ വീച്ചറിൽ എടുത്തിട്ട് ആ പെൺകുട്ടി തന്നെ പോയി ചായയൊക്കെ വാങ്ങിച്ച് എനിക്ക് കൊണ്ട് തന്നിച്ച് പറഞ്ഞു, ചായ കുടിച്ചിട്ട് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ജോലി ചെയ്യാൻ വയ്യാതെ വന്നു. എനിക്കിപ്പോൾ ഈ ഒരു വശത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, എനിക്ക് നാട്ടിൽ കയറിപ്പോണമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ ഇതുങ്ങളൊന്നും എന്നെ അറിഞ്ഞ പോലുമില്ല. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ വണ്ടിയെ കുടമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കും. 9 വർഷമായി വീട്ടിലിരിപ്പായിട്ട് പുള്ളിക്കാരൻ. പ്രതീക്ഷയോട് പോയതാണ്, പക്ഷെ നിരാശയോട് തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ ആ പെൺകുട്ടി കണ്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ മരുന്നൊക്കെ സഹായത്തിൽ തന്നു. പിന്നെ ആ കൊച്ചു പറഞ്ഞു, ഞാൻ ചേച്ചി പൈസ ടിക്കറ്റ് തരാൻ, ചേച്ചിയെ കയറ്റി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവർ എന്നെ കർണത്തിട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്ത്, നീ എല്ലാവരോടും പറഞ്ഞു എന്ന് ചോദിച്ചു, വഴക്ക് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് ദമാമിൽ ഇവർ ടൂറിന് പോകും, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ടൂറിന് പോകുമ്പോൾ എന്നെ വലിയ മാമയുടെ വീട്ടിൽ കൊണ്ടാക്കി ചെയ്യും, പുള്ളിക്കാരിയുടെ തള്ളയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകും. അവിടെ എനിക്ക് പുറത്തൊരു സ്റ്റെപ്പ് ഇറങ്ങാൻ മേലാത്ത അവസ്ഥ. ഇപ്പം അവിടുത്തെ തന്ത തന്നെ അവിടെ ദമാമിൽ അവര് ടിക്കറ്റ് തന്നു. ഞാൻ എന്നെ പെരക്കകത്തൊക്കെ പൂട്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോഴത്തേക്ക് അവര് എന്തെങ്കിലും തരാമെന്നും പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് എന്റെ കയ്യൊപ്പൊക്കെ ഇടിപ്പിച്ച് ചേർന്ന്, ഞാൻ നിനക്ക് 10 രൂപ പറഞ്ഞു പോയിട്ട് 7.5 രൂപ വീതം തരുന്നുള്ളായിരുന്നു. ശമ്പളം ഇനിയും കിട്ടാനുണ്ട്. ഇവിടുത്തെ ഇവിടുത്തെ 10 രൂപയെന്നും പറഞ്ഞ് വിട്ടതാ. ഇവിടുത്തെ 10 രൂപയ്ക്കൊക്കെ മനുഷ്യൻ ഇവിടെ 10 രൂപ അങ്ങോട്ട് തിരിഞ്ഞു നടന്നാൽ കിട്ടില്ലേ? കോട്ടയം കലാം സാറിനാ വിട്ടത്. ഞാൻ ഏത് കലാം സാറേ, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയില്ല. ഇവിടെ നിങ്ങൾ ഒരു വീട്ടിൽ പോയിട്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ പണിയെടുത്താൽ നിങ്ങൾക്ക് ഈ കാശ് കിട്ടും. എന്തിനാ നിങ്ങൾ പോയത്? ഒരു കാര്യമില്ലാണ്ട് പോയതാണ്. ഇതുപോലെയാണ് ബഹുഭൂരിപക്ഷം പോരിച്ചത് തൊട്ടുള്ളത്. എന്തായാലും നമ്മളുടെ സ്ത്രീ സഹോദരിമാരുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജോലി തേടിപ്പോയി അന്നം തേടിപ്പോയ മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് പീഡിപ്പിക്കുന്നത് എന്നതിൻ്റെ കഥകൾ, ഏറ്റവും അപകടകരമായിട്ടുള്ള കഥകൾ, മാനവരാശി ലജ്ജിച്ച് തലതാഴ്ത്തുന്ന കഥകളാണ് കേൾക്കുന്നത്. എന്തല്ല എവിടുന്ന് ഇതൊക്കെ സംഭവിക്കുന്നതാണോ മനുഷ്യൻ? ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടോ? ലോകത്തിലെ ഏത് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള മനുഷ്യർ ജീവിച്ചിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇതിനൊരു പരിഹാരം വേണ്ടേ? ആരെങ്കിലും ചോദിക്കാൻ വേണ്ടേ? നമ്മളിപ്പോൾ ഈ ചാനലിൽ ഇങ്ങനെ സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ഒരു നടപടി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറിയം തിരിച്ചെത്തിയിരിക്കുന്നു, അത് തന്നെ ഭാഗ്യം. ആ സഹോദരിക്ക് 10,000 രൂപ പറഞ്ഞിട്ട് 7,500 രൂപയെ കൊടുത്തത്. ഭക്ഷണം കൊടുത്തില്ല, അടി, പീഡനം. വീട് കിടക്കുന്ന കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഉറക്കം പോകുന്നു പറഞ്ഞിട്ട്. അവിടെ എത്തിയിരിക്കുന്നു നമ്മളുടെ മനുഷ്യത്വം. ആരോട് പറയാനാ കഥകൾ? എവിടെയാണ് നമുക്ക് പിഴച്ചത്? എന്തായാലും ഈ സഹോദരി ഒരു പാഠമാണ് നമുക്ക് എന്നുള്ള കാര്യത്തിൽ സംശയം. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇവരുടെ കഥ കൂടി കേട്ടിട്ട് വേണം ഇനിയും തങ്ങളുടെ ബന്ധുക്കളെ, കുടുംബങ്ങളെ ഗൾഫ് നാടുകളിലേക്ക് അയക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൾഫ് നാടുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ 10 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യത്വം വരണ്ടു പോയ ഒരു നാടായി പല ഗൾഫ് നാടുകളും മാറിയിരിക്കുന്നു. പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രോദനത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഥകളുടെ ഒരു വലിയ കുത്തൊഴുക്കാണ് നമ്മൾ കേൾക്കുന്നത്. ആരോടാണ് സങ്കടം പറയുക എന്ന് വെച്ചല്ലാതെ അനാഥത്വത്തിൻ്റെ ഏറ്റവും വലിയ പിഴുപ്പുപാണ്ഡം പോലെ, അല്ലെങ്കിൽ അനാഥത്വം ഒരു ദുരന്തമായി മാറുന്ന ലോകമായി പ്രവാസ ലോകം മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമുണ്ടാവണം. മറിയം പോലുള്ള സ്ത്രീകൾ ഇനി ഉണ്ടാകരുത് എന്നാണ് നമ്മളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും ജോലി ചെയ്യാൻ വയ്യ. ഈ അവസ്ഥ, ജോലി ചെയ്യാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നറിയില്ല. ഏതെങ്കിലും തരത്തിൽ ജോലി കൊടുത്തോ മറ്റു വിധത്തിലോ സഹായിച്ചാൽ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ മക്കൾക്ക് ജോലി കൊടുത്തിട്ടോ. അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഹസ്ബൻഡാണ് അപകടമായിട്ടിരിക്കുന്നു.
അറിയാം.